ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് SSCGയുടെ ഫിസിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റിനെ പറ്റിയിട്ടാണ്. SSCGയുടെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് SSCGയുടെ ഫിസിക്കൽ ടെസ്റ്റിനോടൊപ്പം തന്നെ മെഡിക്കലും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കലിന് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റും ഉണ്ടായിരിക്കണം. ഡോക്യുമെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് എന്നതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. ആന ഡിഫൻസ് അക്കാഡമിയിൽ SSCGയുടെ 2024-25 ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സിൻ്റെ ഫെസിലിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് ക്ലാസ്സിൻ്റെ ടൈമാണ് 11 മണി മുതൽ 1 മണി വരെയാണ്. ഈ ഒരു കോഴ്സിൽ ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതേ ദിവസങ്ങളിലെ ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീക്കിലി 6 ദിവസം ക്ലാസ് ഉണ്ട്. 100 മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. മെഡിക്കൽ അവയർനെസ് ലഭിക്കും, ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കും, ഡയറ്റ് പ്ലാൻ ലഭിക്കും. ടോട്ടൽ കോഴ്സ് ഫീസ് വരുന്നത് 2500 രൂപയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് റെക്കോർഡായിട്ടും ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ ലെവലും നമ്മൾ ഇവിടുത്തെ ക്ലാസ്സുകൾ എങ്ങനെയാണ് ഓടുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ സെയിം ചാനൽ തന്നെ പ്ലേലിസ്റ്റിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പ്രാക്ടീസ് സെറ്റും പിന്നെ മാരത്തോൺ ക്ലാസ്സും എല്ലാം തന്നെ. അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിലെ റിസൾട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ സെയിം ചാനൽ തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ പോയാലും അതോടൊപ്പം തന്നെ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ആയിട്ടുള്ള ആന ഡിഫൻസ് അക്കാഡമി എന്ന പേജിൽ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ആ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ഇതിന് മുന്നേയൊക്കെ SSCGയുടെ സെലക്ഷൻ പ്രോസസ്സിൽ, അതായത് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് നടക്കുമ്പോൾ ഫിസിക്കൽ നടന്നതിന് ശേഷം പിന്നെ മെഡിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കുന്നത് 2-3 മാസം കഴിഞ്ഞിട്ടാണ്. പക്ഷേ ആദ്യമായിട്ട് SSCGയുടെ എന്താണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. ഫിസിക്കലിനോടൊപ്പം തന്നെ ആയിരിക്കും 2 പ്രോസസ്സ് നടക്കുന്നത്. ഫിസിക്കൽ ഇന്നാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം മെഡിക്കൽ ആയിരിക്കും, അതിൻ്റെ അടുത്ത ദിവസം എന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. കൂടിപ്പോയാൽ 3 to 5 days ആയിരിക്കും ടൈം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചില കുട്ടികളുടെ മനസ്സിലൊരു വിചാരം കാണും, അതായത് ഫിസിക്കൽ പാസ്സായിട്ട് പിന്നെ ഡോക്യുമെന്റ് റെഡിയാക്കാം എന്നൊക്കെ കാണും. അതുപോലെ തന്നെ ചില കുട്ടികൾ അവരുടെ ട്രെയിനിങ് റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആ ഒരു 5 കിലോമീറ്റർ ടൈം എടുക്കുമ്പോഴൊക്കെ ബോർഡർ ലൈൻ ആയിരിക്കും. അവരുടെ മനസ്സിലേക്ക് ഒരു ഡൗട്ട് കാണും, അതായത് ട്രയൽ എടുക്കുമ്പോൾ ഞാൻ 25 മിനിറ്റിലാണ് ഓടിയെത്തുന്നത്, പിന്നെ ഞാൻ അതിന് ഡോക്യുമെന്റ് റെഡിയാക്കണം, പാസ്സായിട്ട് ഡോക്യുമെന്റ് റെഡിയാക്കാം എന്നൊക്കെ. ആ മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും കാണിക്കരുത്. നിങ്ങളുടെ ടൈമിംഗ് എത്രയായിക്കൊള്ളട്ടെ, 26 മിനിറ്റും ആയിക്കൊള്ളട്ടെ, ഡോക്യുമെന്റ് റെഡിയാക്കിയിട്ടേ നിങ്ങൾ അങ്ങോട്ട് പോകാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനം ഓടിക്കയറിയിട്ട് പിന്നെ നിങ്ങൾ ഫെയിൽ ആവുന്നതായിരിക്കും. അതുകൊണ്ട് ഡോക്യുമെന്റ് തീർച്ചയായിട്ടും റെഡിയാക്കിയിട്ട് നിങ്ങൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാവുള്ളൂ. ക്ലിയർ? ഇനി നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ആണ് അഡ്മിറ്റ് കാർഡ്. നിങ്ങളുടെ ഫിസിക്കലിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട അഡ്മിറ്റ് കാർഡ് നിങ്ങൾ തീർച്ചയായും ഡൗൺലോഡ് ചെയ്തിരിക്കണം. ആൾറെഡി അഡ്മിറ്റ് കാർഡ് എല്ലാ കുട്ടികൾക്കും വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക, ഡൗൺലോഡ് ചെയ്യുക. ആ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ ഒറിജിനൽ കോപ്പിയും ഫോട്ടോ കോപ്പിയും നിങ്ങൾ ക്ലിയർ ആയിട്ട് കൊണ്ടുപോയിരിക്കണം. ഫസ്റ്റ് ആണ് അഡ്മിറ്റ് കാർഡ്. ഫിസിക്കലിനായിട്ട് വന്ന അഡ്മിറ്റ് കാർഡാണ് കൊണ്ടുപോകേണ്ടത്. നെക്സ്റ്റ് ആണ് വാലിഡ് ID പ്രൂഫ്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID കാർഡ്, ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൻ്റെ ഒറിജിനൽ കോപ്പി നിങ്ങൾ കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ അതിൻ്റെ 2 ഫോട്ടോ കോപ്പി നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. നെക്സ്റ്റ് ആണ് 10th മാർക്ക് ഷീറ്റ്, അതോടൊപ്പം തന്നെ 12th മാർക്ക് ഷീറ്റ്. അതായത് കുട്ടികളെ, ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, SSCGയുടെ സെലക്ഷൻ പ്രോസസ്സ് 10th ബേസ് ആണ്. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം, ഒറിജിനൽ. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ ഈ ഒരു 12th മാർക്ക് ഷീറ്റ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അവിടെ ഹയർ എഡ്യൂക്കേഷൻ എന്നൊരു കോളമുണ്ട്. ആ ഒരു കോളത്തിൽ നിങ്ങൾ ഗ്രാജുവേഷനാണ് ഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ +2ൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം, അതോടൊപ്പം തന്നെ ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ആ ഹയർ എഡ്യൂക്കേഷൻ കോളത്തിൽ നിങ്ങൾ +2 ആണ് ഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും നിങ്ങൾ കാണിക്കണം. അതോടൊപ്പം തന്നെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണിച്ചിരിക്കണം. പറഞ്ഞ് ക്ലിയർ ആയല്ലോ? ആ ഹയർ എഡ്യൂക്കേഷൻ കോളത്തിനകത്ത് നിങ്ങൾ ഏത് എഡ്യൂക്കേഷൻ ലെവലാണോ നിങ്ങൾ ഫില്ല് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ അവിടെ കൊണ്ടുപോയിരിക്കണം. ക്ലിയർ? നെക്സ്റ്റ് ആണ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. എല്ലാ കാസ്റ്റിൽ പെടുന്ന കാൻഡിഡേറ്റ്സും ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ലെവലിലുള്ള ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി. 3 വർഷമായതോ 1 വർഷമായതോ 6 മാസം പഴക്കമുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും അതുമായിട്ട് നിങ്ങൾ പോയാലും മതി. ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി മോർ ദാൻ 3 years ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാവുന്നതാണ്. ക്ലിയർ ആയാലോ? സ്റ്റേറ്റ് ലെവലിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. എല്ലാ കാസ്റ്റിൽ പെടുന്ന കാൻഡിഡേറ്റ്സും ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിരിക്കണം. നെക്സ്റ്റ് ആണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഇവിടെയാണ് കൂടുതലും കുട്ടികൾക്ക് ഡൗട്ട് ഉള്ളത്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഏതൊക്കെ കാൻഡിഡേറ്റ്സിന് കൊണ്ടുപോകണം, ആർക്കൊക്കെ കൊണ്ടുപോകണം, അത് ഞാൻ ആദ്യം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന കാൻഡിഡേറ്റിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ OBC, SC,
ST, EWS ഇത്രയും കാറ്റഗറിയിൽ പെടുന്ന കാൻഡിഡേറ്റ്സിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. അതും സ്റ്റേറ്റ് ലെവലിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ല, സെൻട്രൽ ലെവലിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നെ ഇവർ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. ക്ലിയർ ആയല്ലോ കുട്ടികളെ? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങളവിടെ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് ആണ് സെൽഫ് അറ്റസ്റ്റ് ആൾ ഡോക്യുമെൻറ്റ്. ഈ പറയുന്ന ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണോ ഇതിൻ്റെ എല്ലാം 2 ഫോട്ടോ കോപ്പി എടുക്കുക. എന്നിട്ട് അതെല്ലാം എന്താണ് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ക്ലിയർ? 2 ഫോട്ടോ കോപ്പി എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതെല്ലാം നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. പിന്നെ 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോവുക. പിന്നെ NCC സർട്ടിഫിക്കറ്റും കൊണ്ടുപോവുക. നിങ്ങളുടെ കയ്യിൽ NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ A ആണോ B ആണോ C ആണോ ഏത് സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിൻ്റെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോവുക. ഇത്രയുമാണ് കുട്ടികളെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നതും ഇത്രയും ഡോക്യുമെൻ്റ് ആണ്. ഇത്രയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഐ തിങ്ക് നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലും എന്താണ് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാവുന്നതാണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യുക ഫിസിക്കലിൽ പോകുന്നതിന് മുമ്പ് ഇത്രയും ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നും. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ.